നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗാസയിൽ കടുത്ത ആക്രമണം നടത്തി ഇസ്രയേൽ. ഏറ്റവും പുതിയ 24 മണിക്കൂറിലെ റിപ്പോർട്ടിംഗ് കാലയളവിൽ ഗാസയിൽ ഉടനീളമുള്ള ഇസ്രയേലി ആക്രമണങ്ങളിൽ കുറഞ്ഞത് 36 പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രയേലി ക്വാഡ്കോപ്റ്റർ ഡ്രോണുകൾ ഗാസയിലെ കമാൽ അദ്വാൻ ഹോസ്പിറ്റലിൽ ബോംബ് എറിഞ്ഞതായാണ് വിവരം. റാഫയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന് രാവിലെ 10 മൃതദേഹങ്ങൾ സിവിൽ ഡിഫൻസ് പ്രവർത്തകർ കണ്ടെടുത്തിട്ടുണ്ട്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ബെത്ലഹേം ഗവർണറേറ്റിൽ നിന്ന് കുറഞ്ഞത് 3 പലസ്തീനികളെ അറസ്റ്റ് ചെയ്തു. കൂടാതെ 7 പേരെ കൽഖില്യ ഗവർണറേറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്തുവെന്ന് വഫ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് രാവിലെ റാമല്ല ഗവർണറേറ്റിൽ 3 പലസ്തീനികളെ അറസ്റ്റ് ചെയ്തതായി വഫ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റാമല്ല നഗരത്തിന് വടക്കുള്ള അരൂറ പട്ടണത്തിലും ഇസ്രയേൽ സൈന്യം വീടുകൾ റെയ്ഡ് ചെയ്യുകയും ഫീൽഡ് അന്വേഷണങ്ങൾക്കായി 20-ലധികം ആളുകളെ താൽക്കാലികമായി തടങ്കലിൽ വയ്ക്കുകയും ചെയ്തതായി പ്രാദേശിക സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതുപോലെ ഹിസ്ബുള്ളയുമായി ലെബനനിൽ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറും ഹിസ്ബുള്ള കരാർ ലംഘിക്കുകയാണെങ്കിൽ ഇല്ലാതാകുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ലെബനനുമായി നേരിട്ടായിരിക്കും ആ യുദ്ധമെന്ന് കാറ്റ്സ് പറയുന്നു. ഡമാസ്കസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു ഉന്നത ഹിസ്ബുള്ള ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിലുള്ള മധ്യസ്ഥ സംഘം മേഖലയിൽ നിരീക്ഷണം നടത്തുന്നുമുണ്ട്. ജനുവരി 20-ന് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തുമ്പോഴേക്കും ഗാസയിൽ ബന്ദികളാക്കിയവരെ വിട്ടയച്ചില്ലെങ്കിൽ നരകം കാണിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഗാസയിൽ ഇന്നലെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 36 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭക്ഷണ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചതോടെ ഗാസയിൽ പട്ടിണി രൂക്ഷമായിരിക്കുകയാണ്. വിതരണ വാഹനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടതോടെ ഐക്യരാഷ്ട്ര സംഘടന വിതരണം നിർത്തിയിട്ടുണ്ട്. ജനുവരി 20-ന് ട്രംപ് അധികാരത്തിൽ വന്നാൽ ഒരുപക്ഷെ അമേരിക്കൻ ട്രൂപ്സ് ഗാസയിൽ എത്താനുള്ള സാധ്യത പോലും ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുണ്ടായാൽ ഹമാസിന്റെ അവസാനമാകും എന്ന് തന്നെ പറയാം. ട്രംപ് ഇതിനു മുൻപത്തെ ഭരണസമയത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏതാണ്ട് അതുപോലെ തന്നെ ചെയ്തിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഇസ്രയേലിന്റെ കാര്യത്തിൽ ഗോലാൻ കുന്ന് ഇസ്രയേലിന് തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞത്, ഇസ്രയേലിലെ US എംബസി ജെറുസലേമിലേക്ക് മാറ്റിയത്, ഒബാമ ഇറാൻ ന്യൂക്ലിയർ ഡീൽ ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞത്, എബ്രഹാം ഉടമ്പടി, അങ്ങനെയെല്ലാം തന്നെ ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതും പ്രാവർത്തികമാക്കിയതുമാണ്. ഖാസിം സുലൈമാനി, IS ലീഡർ അബൂബക്കർ ബഗ്ദാദിയുടെ മരണം എന്നിവയും ട്രംപ് പറഞ്ഞു തന്നെ നടപ്പിലാക്കിയതാണ്. ഇതെല്ലാം നടപ്പിലാക്കിയ ട്രംപിന് ഹമാസിനെ നിർവീര്യമാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിശ്വാസം. അമേരിക്കൻ ഇസ്രയേലി ബന്ദി ഏഡൻ അലക്സാണ്ടർ എന്ന 20 വയസ്സുള്ള യുവാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് തങ്ങളെ വിട്ടയക്കാനുള്ള നടപടികൾ എടുക്കണമെന്ന് ട്രംപിനോട് പറയുന്നത്. മറ്റൊരു അമേരിക്കൻ ഇസ്രയേൽ സൈനികൻ ഒമർ കൊല്ലപ്പെട്ടതായും ഉള്ള റിപ്പോർട്ടുകളും വന്നു. ഇതോടെയാണ് ട്രംപ് കർശന നിലപാട് എടുത്തത്. അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായാണ് പറയുന്നത്. ഹമാസ് കസ്റ്റഡിയിൽ നിന്ന് വന്ന ബന്ദികൾ അവിടെ അനുഭവിക്കേണ്ടി വന്ന യാതനകളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹത്തിലെ ചോരപ്പാടുകളും മറ്റും ബന്ദികൾ അനുഭവിക്കുന്നത് ക്രൂരപീഡനമാണെന്ന അറിവ് പുറത്തുവന്നു. ഇതൊക്കെ തന്നെയാണ് ട്രംപ് വലിയൊരു നിലപാടിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 3 മിനിറ്റ് വീഡിയോയിൽ സ്വയം പരിചയപ്പെടുത്തുന്ന ഏദൻ തുടർന്ന് കുടുംബത്തെയും പ്രധാനമന്ത്രി ഇസ്രയേൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെയും എല്ലാം അഭിസംബോധന ചെയ്യുന്നു. ക്രൂരമായ സൈക്കോളജിക്കൽ നീക്കമാണ് വീഡിയോയിലൂടെ ഹമാസ് നടത്തിയതെന്ന് നെതന്യാഹു ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു. ഒക്ടോബർ 7-ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയത് 251 പേരെയാണ്. 37 പേരുടെ മരണം IDF സ്ഥിരീകരിച്ചു. ഇതിൽ കൂടുതൽ ആൾക്കാർ, പ്രത്യേകിച്ചും അമേരിക്കൻ പൗരന്മാർ ഉൾപ്പെടെ മരിച്ചിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഏകദേശം 100 പേരാണ് ഹമാസിന്റെ കസ്റ്റഡിയിലുള്ളത്. എത്ര പേരാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് ഹമാസ് പക്ഷേ പറയുന്നില്ല. ഹമാസ് ബന്ദികളെ വിട്ടയച്ചാൽ ആ നിമിഷം ഹമാസ് ഇസ്രയേൽ യുദ്ധം അവസാനിക്കും. ഹമാസ് ബന്ദികളെ വിട്ടുനൽകാത്തതിന് ഒരു കാരണം യഹ്യ സിൻവാർ ആണ്. യഹ്യ സിൻവാർ കൊലപ്പെട്ടതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞ് പലസ്തീൻ പത്രങ്ങളിൽ യഹ്യ സിൻവാരുടേത് എന്ന പേരിൽ ഒരു കത്ത് പുറത്തു വന്നിരുന്നു. ഖുറാനിലെ മുഹമ്മദ് എന്ന സൂറയിലെ 4-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് യഹ്യ സിൻവാരുടെ കത്ത്. അതിൽ പറയുന്നു, നിങ്ങൾ സത്യനിഷേധികളുമായി ഏറ്റുമുട്ടിയാൽ നിങ്ങൾ ആദ്യം അവരുടെ പിരടികളിൽ വെട്ടുക, അവരെ അമർച്ച ചെയ്യുക, അതിനുശേഷം അവരെ ബന്ധിക്കുക, ശേഷം അവരെ മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കുക. ഇവിടെയും അതുതന്നെയാണ് ഹമാസ് ചെയ്യുന്നതും. ബന്ദികൾ അവരുടെ കയ്യിലെ വിലപേശലിനുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. അതായത് ഇസ്രയേൽ തടവിൽ കഴിയുന്ന പലസ്തീൻ തടവുകാരെ വിട്ടയക്കാനുള്ള വിലപേശലിന് വേണ്ടി തന്നെയാണ് ബന്ദികളെ ഇവർ ഉപയോഗിക്കുന്നത്. പക്ഷേ തടവറയിലുള്ളത് പലസ്തീനിലെ സാധാരണക്കാരല്ല, മറിച്ച് ഭീകരരാണ് എന്നുള്ളതാണ് ഇസ്രയേലിനെ പിന്നോട്ട് വലിക്കുന്ന കാര്യം. ഇതിനൊരു അവസാന വാക്കാണ് ട്രംപ്.
ഗാസയിൽ ഹമാസ് ഭരണം അവസാനിപ്പിച്ചാൽ തുടർ ഭരണത്തിനായി 15-അംഗ സമിതിയെ നിയമിക്കാനുള്ള ധാരണയിലേക്ക് ഹമാസും ഫത്തയും എത്തിയിട്ടുണ്ട്. കെയ്റോയിൽ നടന്ന ചർച്ചകളെ തുടർന്നാണ് ഈ തീരുമാനമെന്നറിയുന്നു. പലസ്തീൻ അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘം ഗാസയുടെ പുനർനിർമ്മാണത്തിനായിരിക്കും മുൻഗണന നൽകുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.